ഒരു ചെടിയിൽ പിടിക്കുന്ന ആദ്യത്തെ പൂവ് ഇപ്പോഴാണ് അടുത്ത് കാണുന്നത്. താങ്ക്സ്. റിയലി ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. ഈ പൂ വിരിയുന്നതിന് മുമ്പ് 2 തവണ എനിക്ക് ഇവിടെ വിട്ട് ഇറങ്ങേണ്ടി വന്നതാ. എന്തോ നിമിത്തം പോലെ വീണ്ടും വീണ്ടും തിരികെ വരികയായിരുന്നു. ആദ്യമായിട്ട് ഈ പൂ വിരിഞ്ഞ ദിവസം എനിക്കിവിടെ ജോലിയും കിട്ടി. എല്ലാം ഏതോ മുൻനിശ്ചയം പോലെ ഇപ്പൊ തോന്നണത്. ചെമ്പരത്തി സാക്ഷാൽ പരമശിവന്റെ പൂവാ. ആദ്യം പൂക്കുന്ന പൂവ് ശിവഭഗവാൻ സമർപ്പിക്കണമെന്നാ മുത്തശ്ശി പറയാറ്. പക്ഷേ ഇന്നെന്റെ ദൈവം വലിയുഞ്ഞാണ്. അതാ പൂവ് ഇവിടെ തന്നത്. ഈ കല്യാണി ഇത് കൊള്ളാം. ഞാൻ ദൈവവും സ്വാമിയൊന്നും അല്ല. നാളെ മുതൽ ദൈവമാണെന്ന് വിചാരിച്ച് എന്നും എനിക്ക് വെജിറ്റേറിയൻ വെച്ച് തന്നേക്കല്ലേ. എനിവേ താങ്ക്സ് ഫോർ ദ ഫ്ലവർ. കല്യാണി, യൂണിഫോം എവിടെ നിന്ന് വാങ്ങണമെന്നും ഏത് രജിസ്റ്ററിൽ സൈൻ ചെയ്യണമെന്നൊക്കെ ദാസേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചോദിച്ചു പഠിച്ചോ. എന്നാ ഗുഡ് നൈറ്റ്. അയ്യോ, കോഫി. കല്യാണി വാ. ആ, എന്താ നീ കുഞ്ഞ്? കൺഗ്രാറ്റുലേഷൻസ്. കൈകൊട്. പുതിയ ജോലി കിട്ടിയില്ലേ, അതറിഞ്ഞിട്ടായി ഷെയ്ക്കൻ. തൃച്ചംബരത്ത് ഫാമിലിയിലേക്ക് സ്വസ്വാഗതം. കൊടുകൈ. Please come. Oh my God. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി പടിയർച്ച കിട്ടിയ ആ കയർ ഇപ്പോഴും അവിടെ ഉണ്ട്. അമ്മയുടെ അനുവാദം കിട്ടിയ സ്ഥിതിക്ക് നമുക്കതങ്ങ് അഴിച്ചു മാറ്റിയാലോ? എന്തു പറയുന്നു? ഞാൻ റെഡിയാ. എന്നൊരു പറ്റും. ആരാണ് ആദ്യ കയർ അഴിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. എനിക്ക് അയ്യോ, കല്യാണി, ഞാൻ ജയിച്ചു. തിരുമേനി, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. വിരോധം ഇല്ലെങ്കിൽ ചോദിച്ചോളൂ. ആദ്യമായിട്ട് കാണുന്നതല്ലോ. സരോജിനി അമ്മ ചോദിക്കും. തിരുമേനി, ഡ്രൈവർ ദാസേട്ടന്റെ മകൾ ഇന്നിവിടെ പാചക അസിസ്റ്റന്റായി ജോലിയിൽ കയറുക. നല്ല കുട്ടിയാ തിരുമേനി. അവൾക്ക് ജോലിയിൽ കയറാൻ പറ്റിയ സമയം ഒന്ന് അറിഞ്ഞാ കൊള്ളാം. എന്താ കുട്ടിയുടെ പേര്? കല്യാണി. കല്യാണി. നാള് മകം. മകം. മകം പിറന്ന മങ്ക.
പകൽ 10:05-നും 10:45-നും ഇടയിൽ സമയം ഏറ്റവും ശുഭകരം. അപ്പൊ ആരംഭം കുറിച്ചാൽ എല്ലാം നന്നായിരിക്കും. വളരെ നന്ദി തിരുമേനി. അപ്പോഴേ ഇത് എല്ലാ മുറിയിലും തളിക്കണം. ദൈവമേ, ഞാൻ താഴെ ചോദിച്ചത് കേട്ട് കാണുമോ എന്തോ. സരോജിനിയേ, മാഡം, എന്റെ മുമ്പിൽ നിന്ന് പെട്ടെന്നങ്ങ് പൊയ്ക്കോളാൻ വയ്യല്ലേ? പൂജ ആരംഭിക്കാൻ പോകുന്നു. അതാ, ഒരുപാട് ജോലിയുണ്ട്. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. കള്ളം പറയാൻ നോക്കിയാ പല്ലടിച്ച് നിലത്തിടും ഞാൻ. ആ ജോൽസിനോട് നീ എന്താ ചോദിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ആ ജോൽസിനോട് എന്താ ചോദിച്ചെന്ന്? അത് സരോജിനി, നിനക്ക് അറിഞ്ഞൂടാ എന്റെ ഉള്ളിലും ഒരു അഖിലാണ്ടേശ്വരി ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. വെറുതെ അതിനെ ഉണർത്താൻ നിൽക്കാതെ സത്യം പറഞ്ഞോ. ജോൽസിനോട് നീ എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചതെന്നും പറയാം. കല്യാണിക്ക് ജോലിക്ക് കയറാൻ നല്ല സമയം ഏതാണെന്ന് ചോദിച്ചതാ. ഓഹോ, അത് ശരി. എന്തായാലും കൊള്ളാം. എങ്കി പിന്നെ വാദ്യമേളം കൂടി ഏർപ്പാട് ചെയ്യായിരുന്നില്ലേ? ദേ നോക്ക്, അവൾ ഇവിടെ വരാൻ പോകുന്നു എന്നറിഞ്ഞ സമയം മുതല് ഉരുകി നിക്കാ ഞാൻ. അവളെ ഞാൻ വാഴിക്കുന്നുണ്ട്, ആ മഹാറാണിയെ. വരട്ടെ, എന്റെ ആഹാരത്തിൽ ഉപ്പ് വാരിയിട്ടവളെ ഞാൻ തിരിച്ചു ഉപ്പ് കുടിപ്പിക്കും. അവളൊരു പാവമാണ് മാഡം. ഇനി ഒരു തെറ്റും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. ഈ വീട്ടില് ഇനി ആരവളോട് ക്ഷമിച്ചാലും വിലാസിനി ക്ഷമിക്കില്ല. പുറത്തും ക്ഷമിച്ചും ശീലമില്ല വിലാസിനിക്ക്. പൊയ്ക്കോ എന്റെ കൺമുന്നീന്ന്, പൊയ്ക്കോളെ. എന്റെ ആഹാരത്തിൽ ഉപ്പിട്ടവളുടെ ജീവിതത്തിൽ ഞാൻ മണ്ണ് വാരിയിടും. കാട്ടുതീയ ഈ വിലാസിനി. ഒന്നിറങ്ങി തിരിച്ചാ കൂട്ടത്തോടെ കത്തിച്ച് തീർക്കും ഞാൻ. കത്തിച്ച് ചാമ്പലാക്കും. ഓക്കേ. ഒരു കുടുംബ ഐശ്വര്യ പൂജയ്ക്ക് പോവാൻ ഇത്ര അണിഞ്ഞൊരുക്കം എന്തിന്? ഒന്ന് കളിച്ചു നോക്കിയാലോ? ചേച്ചി, ചേച്ചിയെ ഇപ്പൊ കണ്ടാലേ അപ്സരസിനെ പോലെയുണ്ട്. നീ അതിന് അപ്സരസിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആ, വള ഞാനിട്ട് തരാം. താ. പിന്നെ ചേച്ചി കല്യാണിയെ പാചകക്കാരിയാക്കിയത് ചേച്ചിയുടെ പൂർണ്ണ മനസ്സോടെ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തോട്ടം നോക്കുന്ന പോലെയോ മുറ്റമടിക്കുന്ന പോലെയോ ഒന്നും അത്ര എളുപ്പമല്ലല്ലോ പാചകം. അതാ എനിക്ക് കിച്ചണിൽ ആൾ അത്യാവശ്യം. മാത്രമല്ല ചീഫ് കുക്ക് സരോജത്തിന്റെ ആരോഗ്യം അത്ര പോരാ. കല്യാണി വേണമെങ്കിൽ മാറ്റി ചിന്തിക്കാം. പക്ഷെ ആ ഡ്യൂട്ടി നിനക്ക് ഏറ്റെടുക്കാൻ പറ്റൂ? അയ്യോ, അതൊന്നും ശരിയാവില്ല. ഒന്നാമത് പണ്ടേ എന്റെ പാചകം അത്ര പോരാ. മാത്രല്ല ചിലപ്പോ ഉപ്പ് കൂടും, ചിലപ്പോ ഉപ്പ് കുറയും. എന്നാലും പാചകത്തിന് കല്യാണി തന്നെ വേണമെന്ന് നിർബന്ധാണോ? ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ആദ്യമായിട്ട് എന്റെ മോനൊരു കാര്യം ആവശ്യപ്പെട്ടത്. അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതാ അവൻ ചോദിച്ചാൽ ഞാൻ എന്തും ചെയ്യും. കല്യാണിയെ ഒഴിവാക്കാൻ പറ്റില്ല. അവളുടെ പാചകം നിനക്കത്ര പിടിക്കുന്നില്ലെങ്കിൽ നിനക്ക് കഴിക്കാനുള്ളത് നീ തന്നെ ഉണ്ടാക്കി കഴിച്ചോ. ഞാൻ പറഞ്ഞേക്കാം. അയ്യോ,
അതൊന്നും വേണ്ട ചേച്ചി. ഉം. ആ എന്നാ പോയി എല്ലാരും പൂജയുടെ കാര്യങ്ങളൊക്കെ നോക്കും. നേരെ പിടിച്ചേ. ചേച്ചി ജോയിൻ ചെയ്യാൻ പോകുന്ന ഈ ദിവസം അത്ര പോരെന്നാ എനിക്ക് തോന്നണേ. അതെന്താടാ അങ്ങനെ തോന്നാൻ? അല്ല ചേച്ചി, ഇതവിടെ പൂജ അടക്കല്ലേ? ആ, അത് നല്ല കാര്യം. കുടുംബൈശ്വര്യ പൂജ നടക്കുന്ന ദിവസം ആ വീട്ടിലേക്ക്, അതും അടുക്കളയിലേക്ക് കേറാന്ന് വെച്ചാ ഇതിനേക്കാളും നല്ല ദിവസം വേറെ ഏതാ ഉള്ളത്? അതൊക്കെ ശരി തന്നെ. പക്ഷെ പൂജ ആയോണ്ട് ഇന്നവിടെ വെജിറ്റേറിയൻ ഫുഡല്ലേ കാണുള്ളൂ. ചിക്കൻ കറിയും കരിമീൻ പൊള്ളിച്ചതും ഒന്നും കാണൂലല്ലോ. അതോർക്കുമ്പോഴാ ഒരു വിഷമം. അയ്യടാ, വലിയ വിഷമായി പോയി മോന്. തീറ്റന്നൊരു വിചാരം അല്ലാതെ ദേ തടി കൂടുന്നുണ്ടോ നിനക്ക്? ആ, ഇങ്ങനെയാണെങ്കി വലുതാവുമ്പോ പെണ്ണ് കിട്ടാനൊക്കെ വിഷമാവും. ഇപ്പഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. പെണ്ണ് കിട്ടുന്ന കാര്യമൊന്നും പറയല്ലേ, എനിക്ക് നാണം വരുന്നു. ആ, ബെസ്റ്റ് കക്ഷി. ആദ്യ കണ്ണാടി നേരെ പിടിക്കടാ. എടാ, കുലുക്കാതെ പിടിക്കാൻ. എന്താ കൈ വരയ്ക്കുന്നുണ്ടോ? കഴിക്കാതെ പിന്നെ എത്ര നേരം കൊണ്ട് പിടിക്കുക? മണിക്കൂർ 1-2 കേട്ടോ. ഓ, അത് കറക്റ്റ്. ഞാൻ കുളിക്കാൻ പോയപ്പോ തുടങ്ങിയതാ. മതി ഒരുക്കൊക്കെ, ഇനി ഇറങ്ങാം. എനിക്ക് നേരത്തെ പോയിട്ട് ഇവനോട് ഒരു നല്ലൊരു സ്കൂൾ നോക്കാനുള്ളതാ. അയ്യോ, ഇവിടെ സ്കൂളിൽ പോണോ? ഞാൻ കരുതാനൊന്നുമില്ല. ഇവിടെ സ്കൂളിൽ പോയേ പറ്റൂ. സർക്കാർ സ്കൂളാ നല്ലത്. അതാവുമ്പോ പാലും മുട്ടയും കിട്ടും. നിന്റെ തടിക്കും നല്ലതാ അല്ലേ അച്ഛാ? പിന്നെ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ബോറായി പോയി. ചേച്ചി, ലിസ്റ്റ്. അവര് നൽകിയ ലിസ്റ്റ് പ്രകാരം എല്ലാം എത്തിച്ചില്ലേ? എല്ലാം എത്തിച്ചിട്ടുണ്ട് മാഡം. ഓക്കെ, ഗുഡ്. ഇതൊക്കെ വിലാസിനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമോ? ഏയ്, എനിക്കെന്തിനാ വിഷമം? കുടുംബൈശ്വര്യ പൂജ നടക്കുമ്പോ കുടുംബത്തിലുള്ളവരുടെ മനസ്സും മുഖവും സന്തോഷത്തോടു കൂടി വേണം ഇരിക്കാൻ. പൊയ്ക്കോ. വിലാസിനി സന്തോഷിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഈ തൃച്ചംബരത്ത് റാണിയായി വാഴുന്നത് അഖിലാണ്ടേശ്വരിയല്ല, പകരം വിലാസിനിയാ. ഈ സാമ്രാജ്യം പിടിച്ചടക്കുന്നതിനുള്ള പകിട വിലാസിനി ഒരുക്കി കഴിഞ്ഞു. ഇനി കുലുക്കിയിടേണ്ട താമസം മാത്രം. അമ്മേ, അമ്മ പഠിപ്പിച്ചെന്ന പാചകമില്ലേ, അത് വെച്ച് കല്യാണി ഇന്നു മുതൽ ജോലിക്ക് പോവുക. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനായിട്ട് നല്ല ആഹാരം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് അമ്മ പറഞ്ഞത് ഞാൻ മറക്കില്ല.
ഇന്നു മുതല് കല്യാണി അതിനെ ശ്രമിക്കണേ. ഇതൊന്നും കാണാനായിട്ട് എന്റെ അമ്മയില്ലല്ലോ ഓർക്കുമ്പോഴാ. അതാ എന്റെ സങ്കടം. അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. മോളെ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ കരയരുത്. അമ്മ നമ്മുടെ കൂടെ തന്നെയുണ്ട്. എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. നീ സമാധാനത്തോടെയും സന്തോഷത്തോടെയും വേണം ജോലി തുടങ്ങാൻ. വാ, സമയായി. അച്ഛാ, ഏ? അയ്യോ, ഇനിയുണ്ട് സമയം. 10:05-നും 10:30-നും ഇടയ്ക്കാ സമയം. ഓ, അത് ശരി. അപ്പൊ സമയം നോക്കി വെച്ചിരിക്കല്ലേ? അതച്ഛൻ അറിഞ്ഞില്ലല്ലോ. സരോജിനി ചേച്ചി ജോത്സ്യനോട് ചോദിച്ചിട്ട് പറഞ്ഞതാ അച്ഛാ. ആ, അങ്ങനെ പറയേ. ഇവിടെ എല്ലാവരും നല്ലവരാ മോളെ. കണ്ടില്ലേ ഓരോരുത്തരുടെ അടുപ്പം? ആ അഖിലാണ്ടേശ്വരി മേഡം ഇല്ലേ, മാഡത്തിന് ഇഷ്ടപ്പെട്ട വാത്സല്യം കൊണ്ട് തുലാഭാരം നടത്തും എന്റെ മോളെ. മോളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാ. വാ. മോളെ, അച്ഛന്റെ ആദ്യം കൊണ്ട് പറയാ, ഓരോ കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ചു വേണം ചെയ്യാൻ. പഴയ അബദ്ധങ്ങളൊക്കെ ഓർമ്മ വേണം. ഈ ജോലി കിട്ടാൻ വലിയ കുഞ്ഞിന്റെ കഷ്ടപ്പാട് ഓർമ്മയുണ്ടല്ലോ, അതിന് വേണം നമ്മൾ ബഹുമാനം കൊടുക്കാൻ. എനിക്കറിയാച്ചാ, തൃച്ചംബരത്തെ വലിയ മനസ്സുള്ളവരെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ഇനി ചെയ്യില്ല. ശ്രദ്ധിച്ചോളാം ഞാൻ. അച്ഛന് സന്തോഷായി മോളെ, സന്തോഷായി. അച്ഛൻ കരയുവാണോ? ഏയ് ഇല്ല മക്കളെ, അച്ഛന് സന്തോഷ. എന്റെ മോള് ജോലിക്ക് കയറില്ലേ? സത്യം പറഞ്ഞ അടുത്ത കാലത്തൊന്നും അച്ഛൻ ഇത്രയും സന്തോഷിച്ച ദിവസമില്ല. മോളെ, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. പുതിയ കാലത്തിന്റെ കള്ളവും ചതിവൊന്നും അറിയാത്ത നാട്ടുംപുറത്തുകാരി പെണ്ണാവണം. ഇന്നു മുതല് ഒരു പുതിയ ജീവിതം. കുഴപ്പങ്ങളിലൊന്നും ചാടാതെ നോക്കിയും കണ്ടും പെരുമാറിയ അവക്ക് കൊള്ളാം. ഹലോ ബ്രോ. ചേട്ടാ, ഇന്ന് ഇവിടെ വല്ല ഫംഗ്ഷനുണ്ടോ? നന്ദനി ഫാമിലിയൊക്കെ വരും എന്ന് പറയുന്നു. അപ്പൊ നീ ഇവിടെയൊന്നും അല്ലേ? ഉച്ചവരെ കിടന്ന് ഉറക്കമായിരിക്കും. എടാ, ഇന്ന് കുടുംബ ഐശ്വര്യ പൂജ, താഴെ ചടങ്ങുകൾ തുടങ്ങി കഴിഞ്ഞു. നീ അത് മറന്നോ? മൈ ഗോഡ്, ഞാനത് മറന്നു ചേട്ടാ. സി അരവിന്ദ്, നിന്റെ കല്യാണം അടുത്തു. കല്യാണം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ്. ഈ പെൺകുട്ടികളോടൊപ്പം പാർക്കിലും ബീച്ചിലും ചുറ്റിക്കറങ്ങുന്നത് പോലെ അല്ല. എല്ലാവരും ബഹുമാനത്തോടെ പെരുമാറും. നിനക്കൊരു പക്വത വേണം, നടപ്പിലും പെരുമാറ്റത്തിലും ഒക്കെ. അതിനാ അമ്മ ഈ ചെയ്യുന്നതൊക്കെ. അത് ഞാൻ ട്രൈ ചെയ്യാം ചേട്ടാ. ഇന്ന് മുതൽ നന്ദനയോട് അടുപ്പത്തി പെരുമാറാൻ തന്നെ ഞാൻ വിചാരിക്കുന്നത്. വെരി ഗുഡ്, നന്നായി. പിന്നെ അതിന്റെ ഭാഗമായിട്ട് അവൾ ഇവിടെ വരുമ്പോ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്തു പറയുന്നു മോനെ? തൃച്ചംബരത്ത് മാധവമേനോൻ അറിയാമോ നിനക്ക്? അപ്പൂപ്പൻ. അതിനെന്താ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അച്ഛൻ. നമ്മളെ രണ്ടുപേരെയും മടിയിലിരുത്തി ചോറ് വാരി തന്നത് അപ്പൂപ്പന്. തൃച്ചംബരത്ത് മാധവമേനോൻ. സോവാ. അതായത് മോനെ, നിന്നേക്കാൾ 2 ഓണമെങ്കിലും ഞാൻ അധികം ഉണ്ടിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് പൂജയിൽ നിന്നൊഴിഞ്ഞ് രാവിലെ ഇവിടുന്ന് പുറത്ത് ചാടാനുള്ള ഈ ഗിഫ്റ്റ് പർച്ചേസിംഗ് നമ്പർ എന്നോട് വേണ്ട. അയ്യോ, അതല്ല ചേട്ടാ, ഐ ആം സീരിയസ്. എന്തെങ്കിലും ഒരു റോസാപ്പൂവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത് കൊള്ളാലോ. ചെമ്പരത്തി പൂ ഇതിവിടെ എങ്ങനെ വന്നു? ഇതൊരു ഗിഫ്റ്റ്, എ കൈൻഡ് ഓഫ് ഇമോഷണൽ ആൻഡ് ഡിവോഷണൽ ഗിഫ്റ്റ്. എന്ന് വെച്ചാ ചേട്ടൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കണ്ട.
ഇത് നമ്മുടെ ഡ്രൈവർ ദാസേട്ടന്റെ മോള് കല്യാണി എനിക്ക് തന്നതാ. ഓ അത് മനസ്സിലായോ? ഫാന്റാസ്റ്റിക്. ആ അങ്ങനെയാണെങ്കിൽ ബ്രോ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പറ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഈ പൂവെടുത്ത് നന്ദനയ്ക്ക് കൊടുത്തിട്ട് ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ഇമോഷണൽ ആൻഡ് ഡിവോഷണൽ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഒരു അടുപ്പുണ്ടാക്കാൻ ശ്രമിച്ചാലോ? ഇങ്ങത്താ പ്ലീസ്. ഒന്നും പറയണ്ട, ഇത് ഇവിടെ ഇരുന്ന് പാടുമ്പോ വേസ്റ്റ് ബാസ്കറ്റിൽ ഇടാളല്ലേ. ഞാൻ കൊണ്ടുപോയിട്ടൊരു നല്ല കാര്യം ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഇന്ന് ഞാൻ തകർന്നു.